ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചുണ്ടയ്ക്ക കൊണ്ടുള്ള തീയലാണ്. ആരോഗ്യപരമായി ഏറെ ഗുണങ്ങളുള്ളതും വളരെ സ്വാദിഷ്ടവുമാണ് ചുണ്ടയ്ക്ക. അയൺ കണ്ടന്റ് ധാരാളം ഉള്ളതിനാൽ വളർച്ചയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണ്. കൂടാതെ മറ്റു പല പോഷകഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടുപരിസരത്ത് ഒരു പ്രത്യേക പരിചരണം കൊടുക്കാതെ നമുക്കിത് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞങ്ങളെ വീട്ടിലെ തൊടിയിൽ നിന്ന് എൻ്റെ അനിയത്തി കുറച്ച് ചുണ്ടയ്ക്ക പൊട്ടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ചുണ്ടയ്ക്ക എടുത്ത് അതിൻ്റെ കറയും അല്ല അരിയും കളയുന്നതിനായി നമുക്ക് ചതച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. നന്നായി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി ചേരുവകൾക്കായി മുളക് പൊടി, മല്ലിപ്പൊടി, പുളി, ചുവന്നുള്ളി, ചിരകിയ തേങ്ങ എന്നിവ എടുക്കുക. ചട്ടി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചിരകിയ തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഇത് നന്നായി അരച്ചെടുക്കുക. ചട്ടിയിൽ കടുക് താളിക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കടുക് എടുക്കുക. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പിലയും അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും ചേർത്ത് വഴറ്റുക. ഇത് ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് പാകമായി വരുമ്പോൾ ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് വെള്ളം ചേർക്കുക. അതിനുശേഷം നന്നായി ഇളക്കി അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പം, ഇഡലി, ദോശ, ചപ്പാത്തി എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.